ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, പെൺകുട്ടികൾക്ക് അതത്ര ഇല്ല അത്രേ. അതാണ് പുതിയ സർവേ ഫലം. എന്തുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ്? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടണം. ഇതൊരു ബെനിഫിറ്റ് കിട്ടുന്ന പരിപാടിയാണല്ലോ. നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. രാവിലെ എണീക്കുമ്പോൾ ബെഡ് കോഫി, കുളിക്കാൻ പോകുമ്പോൾ കയ്യിൽ തോർത്ത് കൊടുക്കുന്നു, ഡ്രസ്സൊക്കെ കഴുകി ഇസ്തിരിയിട്ട് കയ്യിൽ കൊടുക്കുന്നു, ഭക്ഷണം കഴിക്കാനായിട്ട് ജസ്റ്റ് വന്നിരുന്നാൽ മതി, പ്ലേറ്റിൽ ഭക്ഷണം റെഡി, കറികൾ റെഡി, എല്ലാം റെഡി, കഴിച്ചിട്ട് അങ്ങ് എണീറ്റ് പോവുക. കഴിച്ച പ്ലേറ്റ് പോലും എടുത്തുകൊണ്ട് പോകേണ്ടി വരുന്ന ഭാര്യ. പിന്നെ ഇവരെ വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം. അവർക്ക് മരുന്ന് കൊടുക്കാൻ ഈ ഭാര്യയുണ്ട്. പിന്നെ വീട്ടിലെ മറ്റ് പണികളൊക്കെ ചെയ്യാം. പിന്നെ വീടൊക്കെ വൃത്തിയാക്കി വയ്ക്കും, കൃത്യമായി ഭക്ഷണം ഉണ്ടാക്കും. അതും അവനവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കണമെന്നുള്ള നിർബന്ധിതമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരാളെ കിട്ടുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വീട്ടിലേക്കൊരു ഫ്രീ മെയ്ഡ്, ഫ്രീ നേഴ്സ്, അവനവന് വേണ്ടി ഒരു ഫ്രീ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, പോരാത്തതിന് ഒരു കമ്പാനിയനും ഒരു ലൈഫ് പാർട്ട്ണറും ഒപ്പം കിട്ടുന്നു. ചെറിയ കാര്യമാണോ? ഇപ്പോൾ ഒരു മെയ്ഡിനെ വെക്കണമെങ്കിൽ എന്തോരം പൈസയാവും, ഒരു ക്ലീനിങ്ങിന് ഒരാളെ വെക്കണമെങ്കിൽ എന്തോരം പൈസയാവും. ഇതൊക്കെ പോരാഞ്ഞിട്ട് അവനവൻ്റെ ജീവിതത്തിലോ അതോ ഓഫീസിലോ അല്ലെങ്കിൽ ആരോടെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടെന്ന് പറയുന്നത് പോലെ, ഭർത്താവ് തോറ്റാൽ ഭാര്യയുടെ മണ്ടക്കിട്ടെന്ന് പറയുന്നത് പോലെ, ഇവിടെ വന്ന് ഭാര്യയുടെ മേക്കിട്ട് കയറുക, അവിടെ കിടന്ന് കുറേ ഷോ കാണിക്കുക. ഇതൊക്കെ അങ്ങ് ഈ പാവപ്പെട്ട ഭാര്യ അനുഭവിക്കും. അപ്പോൾ ഇയാളുടെ ഫ്രസ്ട്രേഷൻസ് തീരുകയും ചെയ്യും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ട് അപ്പോൾ ഒരു കൗൺസിലിംഗ് ഇഫക്റ്റ് കിട്ടും. അവനവൻ്റെ ഫ്രസ്ട്രേഷൻ തീർന്നല്ലോ. ഇത് മാത്രമോ? ഈ വരുന്നയാൾ വെറും കൈയോടെയാണോ വരുന്നത്? നല്ല ഗിഫ്റ്റോടു കൂടിയല്ലേ വരുന്നത്. ഗോൾഡായിട്ട് വരാം, ചിലർ കാറായിട്ട് വരും, ചിലർ പ്രോപ്പർട്ടി ആയിട്ട് വരും, ചിലർ പൈസയായിട്ട് വരും. ആവശ്യത്തിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബാങ്ക് പോലെ ഭാര്യയുടെ ഗോൾഡ് എടുത്ത് പണയം വയ്ക്കാം, ഭാര്യയുടെ പൈസ ബാങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ അത് തൽക്കാലം മറിക്കാം. എന്തൊക്കെ ഉപകാരങ്ങളാണ്. പിന്നെ സഹോദരിമാരോ മറ്റോ ഉണ്ടെങ്കിൽ അവരെ കെട്ടിക്കാനായിട്ട് വേണമെങ്കിൽ ഭാര്യയുടെ ഗോൾഡ് എടുത്ത് മറിക്കാമെന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അത് നിയമപരമായി തെറ്റാണെങ്കിലും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഭാര്യയുടെ പൈസ കൃത്യമായിട്ട് എടുത്ത് മറിക്കുന്ന ഇഷ്ടം പോലെ ഭർത്തൃവീട്ടുകാരുണ്ട്. എല്ലാവരും ബെനിഫിറ്റ് നോക്കിയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾക്ക് ഒരു 200% ബെനിഫിറ്റാണ് ഒരു കല്യാണം കഴിക്കുന്നത് വഴി. പെൺകുട്ടികൾക്കോ നഷ്ടം മാത്രം. കിട്ടുന്നത് നല്ല ലൈഫ് പാർട്ട്ണറാണെങ്കിൽ രക്ഷപ്പെട്ടു.